ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ തുറന്നു. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് മോനെയും കൊണ്ട് ഹോസ്പിറ്റലാണ് കേട്ടോ. കാരണം മോന് മുഖത്ത് ഒരു വെള്ള പോലെ ഇങ്ങനെ വന്നിട്ട് അത് മാറുന്നേ ഇല്ല സ്കിന്നിൽ. അപ്പം ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു കേട്ടോ, അത് മാറുന്നില്ല. അപ്പോൾ ഒരു 8 മാസം ആവുന്നുണ്ട്. അപ്പം കാണിക്കുന്നിടത്ത് തന്നെ കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഡോക്ടറെ അടുത്ത് നേരത്തെ തന്നെ ടോക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 11 മണിയൊക്കെ ആയപ്പോൾ പോയി ടോക്കൺ എടുത്തു. 2 പേരും നോമ്പ് പിടിച്ച് വളരെ ക്ഷീണിച്ച് അവശയായുള്ള ഒരു ഇതാണ് കേട്ടോ. 2 പേരും നന്നായിട്ടൊന്ന് ഇന്നത്തെ എനിക്ക് തോന്നുന്നു യാത്രയും കൂടെ ആയതുകൊണ്ടായിരിക്കും അവർ നന്നായിട്ടൊന്ന് ക്ഷീണിച്ചു. അപ്പം നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ നോമ്പ് വെജിറ്റബിൾ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചിക്കൻ ഉള്ള ഹോട്ടലിലാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും അപ്പുറമുള്ള അവസ്ഥയായിരുന്നു. വളരെ വിഷമം തോന്നിയ അവസ്ഥയാണ്. കാരണം തിരക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, തിരക്ക് കുറവായിരുന്നു. പക്ഷെ എല്ലാ സീറ്റിലും 4 ചെയറാണ് ഇട്ടേക്കുന്നതെങ്കിലും 3-4 പേര്, ഒരു 3 പേര് 2 പേര് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്കിപ്പോൾ മക്കളെ പ്രത്യേകം നമുക്ക് പ്രത്യേകം ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. 4 പേർക്കും ഒരുപോലെ ഇരിക്കുന്ന രീതിയിലുള്ള ചെയറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിലൊരാൾ സത്യം പറഞ്ഞാൽ ഒരാളെ ഇരിക്കുന്നുള്ളൂ, പുള്ളി എഴുന്നേൽക്കുന്നേയില്ല. കഴിഞ്ഞിട്ടും പുള്ളി എഴുന്നേൽക്കുന്നില്ല. പിന്നെ പതുക്കെ വെയിറ്റ് ചെയ്തു. പതുക്കെ നമ്മൾ സാവധാനം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞു അയാൾ എണീറ്റതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഇത് വന്നിട്ട് മണക്കാട് ടോൾ ജംഗ്ഷൻ്റെ അവിടെ 20 രൂപയ്ക്ക് ഷാർജ എന്ന് എഴുതിയിരുന്ന കണ്ടപ്പോൾ കയറിയതാട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അത് ലാഭമാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.